നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കള്ളന്മാരെ പിടിച്ചകത്തിട്ടപ്പോൾ ശബരിമലയിൽ അത്ഭുതം വിരിഞ്ഞു. ശബരിമലയിൽ ഇക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനം. ഇത്തവണ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ദർശനം തേടിയെത്തിയത് 52 ലക്ഷത്തിലധികം ഭക്തർ. എന്തുകൊണ്ടാണ് ഇത്രയധികം അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് ഒഴുകിയെത്തിയത്? ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. സാക്ഷാൽ അയ്യപ്പനെ ഭക്തിസാന്ദ്രമായി തൊഴുതുമടങ്ങാൻ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയും അതിൻ്റെ പിന്നാമ്പുറ മാഫിയ കഥകളുമൊക്കെ നമ്മെ വിറപ്പിച്ചിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കൊള്ളയും പിടിച്ചുപറിയും ഭണ്ഡാരത്തിൽ നിന്ന് കൈയിട്ട് വാരലുമൊക്കെ നിർത്തിയാൽ ശബരിമലയിൽ നല്ല വരുമാനം വരും. അതാണ് ഇക്കുറി മണ്ഡല മകരവിളക്ക് കാലത്ത് നമ്മൾ കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ശബരിമലയിലെ 2 ജീവനക്കാരെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. വൈകുന്നേരം അവർ മടങ്ങുമ്പോൾ അവരുടെ മുഖം വീർത്തിരുന്നത് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് വായിലെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മിണ്ടാട്ടമില്ല. ഒടുവിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവരുടെ വായിൽ നിന്ന് കണ്ടെത്തിയത് ഡോളറുകളടക്കം വിദേശ രാജ്യങ്ങളിലെ കറൻസികൾ. ഭണ്ഡാരത്തിൽ നിന്നെടുത്ത് അവർ വായിൽ തിരികെ കയറ്റി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് അവരുടെ മുറികൾ പരിശോധിച്ചപ്പോൾ 500-ന്റെ 70-ലധികം നോട്ടുകൾ. ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ഒരു സത്യമുണ്ട്. ശബരിമലയിൽ കൈയിട്ട് വാരൽ അതൊരു പതിവ് പ്രകടനമാണ്. എന്നാൽ ഇക്കുറി ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിച്ചു. അയ്യപ്പൻ തന്നെ ഇറങ്ങി പഴയ കള്ളന്മാരെയൊക്കെ ഇപ്പോൾ ജയിലഴിക്കുള്ളിലാക്കി. അരവണപ്രസാദത്തിലൂടെ മാത്രം ഇക്കുറി 204 കോടി രൂപയുടെ വരുമാനം. കാണിക്ക വഴി ലഭിച്ചത് 118 കോടി. കൃത്യമായ ആസൂത്രണവും സർക്കാർ വകുപ്പുകളുടെ ഏകോപനവും നടന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ കള്ളന്മാർ സ്വയം ഭയപ്പെട്ട് മാറി നിന്നപ്പോൾ ശബരിമലയിൽ വരുമാനം കൂടി. ഭക്തജനങ്ങൾ കൂടുതൽ അവിടെ ഒഴുകിയെത്തി. അസാധ്യമെന്ന് നമ്മൾ കരുതിയ പല കാര്യങ്ങളും ഇപ്പോൾ അത്ഭുതങ്ങളായി നമുക്ക് മുന്നിൽ നിറയുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കേരളത്തിൽ വലിയ സ്വാധീനമുള്ള KP ശങ്കരദാസിനെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജയിൽ ഡോക്ടർ കഴിഞ്ഞ ദിവസം ചാക്കയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി KP ശങ്കരദാസിനെ പരിശോധിച്ചിരുന്നു. ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ശങ്കരദാസിനെ മാറ്റിയത്. 12 ദിവസ റിമാൻഡിലാണ് ശങ്കരദാസ്. അതുകൊണ്ട് തന്നെ ജയിൽ അധികൃതരുടെ ഉത്തരവാദിത്വം. ജയിൽ അധികൃതർക്ക് ചികിത്സ എവിടെ വേണമെന്ന് തീരുമാനിക്കാം. സർക്കാർ തടവുപുള്ളി ആയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തുകയാണ് പതിവ്. അതുകൊണ്ടാണ് KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജയിലിലേക്ക് അയക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ശങ്കരദാസിനെ ജയിലിലേക്ക് അയക്കാമെന്നാണ്. സാധാരണ തടവുപുള്ളികൾക്ക് ഒരു പ്രത്യേക സെൽ പോലെയുള്ള ഭാഗമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അവിടെയല്ല ശങ്കരദാസിനെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആകെ അടപടലം മാറ്റി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇനി ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്നെല്ലാവരും ഉറ്റുനോക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് SIT ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥത്തിൽ എത്ര സ്വർണം കുറഞ്ഞുവെന്ന വസ്തുത അന്വേഷിക്കലാണ്. അക്കാര്യത്തിൽ ഏകദേശ സ്ഥിരീകരണം നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ. സ്വർണ്ണക്കൊള്ള പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി എന്നിവയിൽ പൊതിഞ്ഞ സ്വർണത്തിൽ വ്യത്യാസം വന്നുവെന്ന് നേരത്തെ തന്നെ SIT കണ്ടെത്തിയിരുന്നു. ഇപ്പോഴിതാ VSSC നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ എത്രമാത്രം സ്വർണത്തിൻ്റെ കുറവുണ്ട് എന്നവർ വ്യക്തമാക്കി. 1998 പൊതിഞ്ഞ സ്വർണത്തിൻ്റെ അളവിൽ വലിയ വ്യത്യാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് മാധ്യമ വാർത്തകൾ. ശാസ്ത്രീയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു. പാളികളുടെ ഭാരത്തിലും വ്യത്യാസം സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളിലും കട്ടിളപ്പാളികളിലുമാണ് സ്വർണത്തിൽ കാര്യമായ വ്യത്യാസം കണ്ടെത്തിയിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് കുറയുന്ന തൂക്കം എത്ര എന്ന് പരിശോധിച്ച് അതിൻ്റെയും വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. VSSC ലാബിൽ നടത്തിയ പരിശോധനയുടെ ഫലം SIT ഇന്നലെയും ഇന്നുമായി വിലയിരുത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഈ റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. കൊള്ളയടിക്കപ്പെട്ട സ്വർണത്തിൻ്റെ അളവും നിലവിലുള്ള സ്വർണത്തിൻ്റെ കാലപ്പഴക്കവും അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ വെളിയിലേക്ക്. സ്വർണത്തിൽ കാര്യമായ കുറവ് വന്നു എന്ന് കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. മറുവശത്ത് ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജയിൽ അധികൃതരും ഡോക്ടർമാരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇന്നും ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലെത്തി പരിശോധിക്കുന്നു. ശങ്കരദാസിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് നാളെ SIT ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കും.
ഈ റിപ്പോർട്ടിൽ യഥാർത്ഥ വസ്തുതകൾ ഉൾക്കൊള്ളുമെന്നാണ് പൊതുവെ കേരളം പ്രതീക്ഷിക്കുന്നത്. ശങ്കരദാസിനെ ജയിലിലേക്ക് തന്നെ മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിടുമോ എന്ന് ഉറ്റുനോക്കുന്നു കേരളം. നാളെ ജനുവരി 19 SIT സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നാളെ ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് SIT. KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. മറുവശത്ത് സ്വർണത്തിൽ എത്രമാത്രം കുറവ് വന്നു എന്ന VSSയുടെ പരിശോധനാ ഫലം. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ ശബരിമലയിൽ വരുമാനം വർദ്ധിച്ചതും ഭക്തജനങ്ങൾ കൂടുതലെത്തിയതും കോടതി നിരീക്ഷിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ കേസിൽ പ്രതി ചേർത്തു. അതിൽ ശങ്കരദാസ് ഒഴികെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെയും വിജയകുമാറിനെയും ഒക്കെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് KP ശങ്കരദാസിനെ പേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി SIT അറസ്റ്റ് ചെയ്യുന്നത്. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് സ്വകാര്യ ആശുപത്രിയിലെത്തി അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. അദ്ദേഹവും ചികിത്സയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയർത്തി. SITയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തേണ്ട സമയമായി. PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുകയും പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഇനി ബാക്കിയാവുന്നത് സർക്കാരിൻ്റെ ഇടപെടലുകൾ മാത്രമാണ്. എത്രമാത്രം 2019 അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡിനെ സമ്മർദ്ദം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും അതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. മറുവശത്ത് 2025 നടന്ന സ്വർണ്ണക്കൊള്ള, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സർക്കാർ ഏതെങ്കിലും തലങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നോ എന്നതിൻ്റെ ഈ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ 2017 വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവാദം പരമാവധി വളർത്തി അന്നത്തെ ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കി. പിന്നീടുണ്ടായ 2 സ്വർണ്ണക്കൊള്ളകളെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു. 2017 വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരമാവധി ആളിക്കത്തിക്കാൻ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു. എന്നാൽ അതിനെതിരെ ശക്തമായ നിലപാട് ഉയർത്തുകയാണ് കോൺഗ്രസ്. വാജിവാഹനം കൊടുത്തുവിട്ടത് നിയമപ്രകാരമാണ് എന്ന് വരുത്തി തീർക്കാൻ നിരവധി രേഖകളും പുറത്തേക്ക് വരുന്നു. ക്ഷേത്രങ്ങളുടെ കൊടിമരം മാറ്റുമ്പോൾ പഴയ ധ്വജാഗ്രവാഹനം തന്ത്രിയുടെ അവകാശമാണോ എന്നതിനെക്കുറിച്ചാണിപ്പോൾ തർക്കങ്ങൾ ഉയരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയതാവട്ടെ വ്യത്യസ്തമായ നിർദ്ദേശങ്ങളും. ധ്വജാഗ്രവാഹനം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ദേവസ്വം സ്വത്തുക്കളാണ് എന്ന് 2012 ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ നടപടിക്രമങ്ങളിലുണ്ട്. എന്നാൽ 2016 ഒരു കത്ത് അത് ഉയർത്തിക്കാട്ടിയാണ് 2017 വാജിവാഹനം നേരെ തന്ത്രി കൊണ്ടുപോയത്. 2016 ദേവസ്വം ബോർഡ് പുറത്തുവിട്ട ഒരു കത്ത് പൂർണ്ണമായി പരിശോധിച്ചാൽ തന്ത്രി കണ്ഠൻ രാജീവര് വാജിവാഹനം കൈവശം വെച്ചത് നിയമവിരുദ്ധമല്ല എന്നാണ് ഉയരുന്ന മറ്റൊരു വ്യാഖ്യാനം. നെയ്യാറ്റിൻകര ഗ്രൂപ്പിൽപ്പെട്ട ഭരദ്വാജ ഋഷീശ്വരം ക്ഷേത്രത്തിലെ കൊടിമരം മാറ്റുന്നതിന് ക്ഷേത്രം തന്ത്രി നൽകിയ മുഹൂർത്ത ചാർത്ത് അംഗീകരിച്ച് നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകിയ 2016 ഒരു കത്ത്. ധ്വജത്യാഗത്തിന് ശേഷം തന്ത്രിയുടെ ഉപയുക്തമായി ലഭിക്കേണ്ട ധ്വജാഗ്രവാഹനവും ധ്വജവുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളും അഷ്ടദിക്പാലകർ തുടങ്ങിയ ക്രമപ്രകാരം തന്ത്രിക്ക് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നീ കത്തിൽ പറയുന്നു. ചുരുക്കത്തിൽ കൊടിമരത്തിലെ സാധനങ്ങളുടെ അവകാശം തന്ത്രിക്കാണ് എന്ന വാദം ഈ കത്തുയർത്തി മറുഭാഗം വാദിക്കുന്നു. ചുരുക്കത്തിൽ 2012 ഉത്തരവും 2016 ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ കത്തും തമ്മിൽ അജഗജാന്തര വ്യത്യാസം. 2017 അന്വേഷണത്തിന്റെ ദിശ തിരിച്ച് തങ്ങളെ കൂടി കുരുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് അജയ് തറയിൽ പറയുന്നു. കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ വീഴ്ത്തി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കേരളത്തിന് ബോധ്യമായി. ശബരിമലയിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്ന അത്ഭുതത്തിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ ശബരിമല അയ്യപ്പന്മാരിൽ വന്നിരിക്കുന്ന വർധനവ്. ഒപ്പം ശബരിമലയുടെ വരുമാനത്തിൽ വലിയ വർധനവ് വന്നിരിക്കുന്നു. സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ അന്വേഷണത്തിലൂടെ പുറത്തു വരുമോ ഇല്ലയോ എന്നിപ്പോഴും പറയാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊടികെട്ടിയ വലിയ വമ്പന്മാർ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.